ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് രാഗി മുളപ്പിച്ച് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അറിയാത്തവരുണ്ടാവും, അപ്പോൾ അറിയാത്തവർക്ക് ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. രാഗി എന്നാണ് നമ്മളവിടെ പറയൽ, പിന്നെ ചില രായി എന്ന് പറയും, പിന്നെ മുത്താറി എന്നും പറയും കേട്ടോ പല ഭാഗത്തും. അപ്പോൾ ഈ രായി നമ്മൾ മുളപ്പിച്ച് പൊടിപ്പിക്കൽ എങ്ങനെയെന്ന് കാണിക്കാം. രായി പല വിധത്തിൽ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മൾ രായി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർന്ന് കഴിഞ്ഞിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. ആ പാലിൽ മധുരമിട്ട് കുറുക്കിയെടുത്ത് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ രായിൻ്റെ ആ കുരു തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ഈ മുളപ്പിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. 3 രീതികൾ രായി ചെയ്യുന്നതിൻ്റെ. പക്ഷേ അതിൽ ഏറ്റവും ഈ 3 ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതി എന്ന് പറയുന്നത് രാഗി മുളപ്പിച്ചിട്ട് പൊടിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ്. അതിൻ്റെ മാക്സിമം ഗുണം അതിൽ നിന്ന് കിട്ടും. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി പൊടിപ്പിച്ചെടുക്കണം. നമ്മൾ 3 കിലോ രാഗി. ഇത് നമുക്ക് നന്നായിട്ട് പൊടി, കല്ല്, വെള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മൾ അതിൻ്റെ കുറച്ച് പോർഷൻസ് വലിയ പാത്രത്തിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കാം. ഒരു 2, 3, 4 പ്രാവശ്യമൊക്കെ, ഒരു 3, 4 പ്രാവശ്യം എന്തായാലും ഇത് നന്നായിട്ട് ഉരച്ച് കഴുകി വെള്ളം കളഞ്ഞ് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഈ പൊന്തി വരുന്നതൊക്കെ ഇതിൽ പുല്ല് അരിത് കുറേ പുല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. രായിൻ്റെ ചെടീൻ്റെ പുല്ല് കാര്യങ്ങളൊക്കെ പൊന്തി വരും. കുറേ മണ്ണുണ്ടാവും. കല്ലുണ്ടെങ്കിൽ അത് താഴെ അടിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കളയാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ വെള്ളം. ഇത് നമുക്ക് കളയാം. സെക്കൻഡ് നമ്മുടെ തേർഡ് വാട്ടർ. നമ്മൾ 4ാമത്തെ വീണ്ടും കഴുകാൻ പോവാണ്. 4ാമത്തെ പ്രാവശ്യമായപ്പോഴത്തേനും ഇതാ വെള്ളത്തിൽ ക്ലിയർ ആയിട്ടോ. വെള്ളവും രായും ഇത്രയും ഫ്രഷായി. ഒരുപാട് ഗുണമുള്ളൊരു സംഭവമാണ് കേട്ടോ. അയൺ റിച്ചാണ് രാഗി. അതിൻ്റെ മാക്സിമം ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളപ്പിക്കുന്നത്. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മൾ മൊത്തം രാഗി കഴുകിയെടുക്കണം. ഒരു ഓവർനൈറ്റ് വെള്ളം ഒഴിച്ച് വെക്കാനുള്ളതാണത്. വെള്ളത്തിൽ ഒരു 8 മണിക്കൂർ ഈ രാഗി നമുക്ക് കുതിർത്ത് വെക്കേണ്ടതുണ്ട്. അതിന് ശേഷമാണ് ബാക്കി പ്രോസസ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിത് വെള്ളം ഒഴിക്കാം. നമുക്കൊരു 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്യാം. കഴുകിയെടുത്ത രായി നമ്മൾ ഇങ്ങനത്തെ ഒരു ഓട്ടുള്ള പാത്രത്തിലോട്ടായിട്ട്
അപ്പോൾ ഈ പാത്രം നമ്മളൊരു പാത്രത്തിൽ വെക്കണം. ആ പാത്രം നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ പഴയൊരു പാത്രം എടുത്തത് കാരണം ഇത് 2 ദിവസം നമ്മളിതിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാത്ത പാത്രം എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിലേക്ക് ഇത് മാറ്റാം. അങ്ങനെ നമ്മൾ ഇങ്ങനൊരു കുഴിയുള്ളൊരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനത്തെ ഒരു ഓട്ടപാത്രം വെച്ചിട്ട് അതിൽ രാഗി ചെരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. ഈ ഒരു പോലെ ഒരു ഓട്ടമുള്ള പാത്രത്തിൽ അത് വെച്ചിട്ട് ഒരു മൂടി വെക്കണം. മൂടി വെക്കുമ്പോൾ അതിങ്ങനെ ഇതേപോലെ കുറച്ചൊന്ന് ഓപ്പൺ ആക്കി വെക്കണം. ചെറിയൊരു ഭാഗം കാറ്റ് കിടക്കുന്ന രീതിയിൽ ഓപ്പൺ ആക്കി വെക്കണം കേട്ടോ. കാണുന്നുണ്ടോ? അത് മൊത്തം ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ ചെറുതായിട്ട് മുള പൊട്ടിയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ. സോ ഇതിപ്പോൾ ഒരു ദിവസമാണ്. ഇനി നമുക്ക് ഒരു ദിവസം കൂടെ വെക്കണം. അപ്പോഴാണ് ഈ മുള ഒന്നുകൂടെ പൊട്ടിയതൊക്കെ ഒന്നുകൂടെ വലുതായി കിട്ടും. നമുക്ക് ടോട്ടലി 2 ദിവസമാണ് ഇങ്ങനെ മുള പൊട്ടാനായിട്ട് വെക്കേണ്ടത്. 2 ദിവസമാണ്. എല്ലാ ഭാഗത്തും മുള പൊട്ടിയുണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പോൾ ഈ ഭാഗം ഇതാ പൊട്ടിയുണ്ട്, എല്ലാ ഭാഗവും ആയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും നമ്മൾ മൂടി വെക്കുന്നു. മൂടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇതാ കുറച്ചൊരു ഭാഗം നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെക്കും. ഓക്കെ, ഇനി നമുക്ക് നാളെ നോക്കാം. സോ അത് സെക്കൻഡ് ഡേ ആണ്. നമ്മൾ 2 ദിവസം ഇങ്ങനെ ഡ്രെയിൻ ചെയ്ത് വെച്ചു കേട്ടോ. ഉള്ളിലോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മുളക്കാത്തല്ല, അതിൻ്റെ മറ്റേ ഉള്ളസിൽ വെള്ളത്തിന് നനവുള്ള ഭാഗമാണ്. ഹലോ ഹലോ, ഓക്കെ ഉണ്ടോ? ഇതൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം മുറിച്ചിട്ടോ. ഇനി നമുക്ക് ചിക്കാം. അങ്ങനെ നമ്മൾ മുളപ്പിച്ച പയർ ഉണക്കിയത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചിട്ടുണ്ട്. ഇതാ, സോ ഇനി നമുക്കിത് കുപ്പിയിലോട്ട് ആക്കി വെക്കാം.